അവന് ഓടിക്കളഞ്ഞടി. അശ്ശേ, ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ പൈമറ സെറ്റ് ആവില്ല. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്നേ? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടു വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടല്ലേ? കണ്ടുപിടിച്ചാ അടങ്ങ്. ആക്സിലേറ്റർ ടൈറ്റാ, സീറ്റ് ഹാർഡാ, ഫുള്ള് ഗ്യാപ്പാണല്ലോ. കണ്ണാടി കൊള്ളാം. ഇടർക്കടാ എന്റെ അടുത്ത് പ്രാന്തല്ലേ കേട്ടോ, എല്ലാം കൂടി വലിച്ചെടുത്ത് പള്ളേ കളഞ്ഞ. എന്തിന്? എന്റെ വണ്ടി ഞാൻ ഓടിക്കോളൂ. ഒന്ന് ഓടിച്ചു നോക്കട്ടെ, വല്ല കുഴപ്പമുണ്ടോ നോക്കാലോ. ഓടിച്ചോക്കി കുഴപ്പമുണ്ടെന്ന് പറയുന്നത് വർക്ക്ഷോപ്പ് ഒന്നല്ല, കാറ്ററിംഗ് അല്ലേ. ഒറ്റക്കാലയിലാണേലും അഹങ്കാരത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടൊന്നുമല്ലല്ലോ. കള്ളുടിച്ചത് എങ്ങനെ വേണല്ലേ? വയ്യാത്തൊരു കൊച്ച്. സുജിത് കുമാറിനൊരു കത്തുണ്ട്. ഞാനൊന്നുമല്ല സുകുമാർ. ഹലോ, അത് ഞാനാ. ഇത്ര അടിപൊളി പേരുണ്ടായിരുന്നോ സൂചേട്ടൻ? ഇതിട്ട പേരിട്ട് ഇതെന്റെ മരിച്ചുപോയ കൂട്ടുകാരന്റെ പേരാ. എന്റെ സുഖു. അമ്മ മാങ്ങ വേണ്ട മോളെ, ഒരു മിനിറ്റ് പോലേട്ടാ ചക്കയുടെ ആരാ. ഇത്ര എണ്ണം ഉണ്ടായിട്ടാണോ സൂചേട്ടാ? അന്ന് വന്ന കല്യാണക്കാരി എന്തായി മോളെ? അത് പോയി, വേറെ നോക്കുന്നുണ്ടമ്മ. ആലോചിക്കുമ്പോ ടെൻഷനാ. നമുക്ക് ഈ മനുഷ്യന്മാരുടെ ഉള്ളിൽ കാണാനൊന്നും പറ്റില്ലല്ലോ. അതും ശരി, നീ കണ്ടറിഞ്ഞു ചെയ്യും മോളെ. സുഖുച്ചേട്ടന്റെ ഉള്ളാകുമ്പോ ഈ പഞ്ചായത്ത് മൊത്തം കണ്ടതാണല്ലോ. എടാ ഞാൻ പോണേ. അമ്മ പോട്ടെ, വേം വാ. എന്തി പോയ കിളിയൊക്കെ ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ, തിരിച്ചേക്കണേ. എന്താടാ എടാ നീ കരഞ്ഞുകൊണ്ടെന്ന് ഒരു കാര്യമില്ല. എനിക്കങ്ങനെ യാതൊരു വികാരവും ഇല്ല, മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. പ്രേമം. എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞേ? 86066000. അല്ല, ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനകത്ത് ഉപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചെയ്യടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. ഇങ്ങോട്ടോ. ആ, അവിടെ നിന്നോട്ടെ. ഓക്കെ.
എടാ പാച്ച, നീ ഇന്നലെ ഒരു പെണ്ണിനെ സെറ്റാക്കി തരാന്ന് പറഞ്ഞില്ലേ? അതാരായിരുന്നടാ? അത് തങ്കു കൊച്ചച്ഛൻ്റെ മോളാ സൂചേട്ടാ. എടാ അതിന് തങ്കു കൊച്ചനൊക്കെ സമ്മതിക്കുവോ? സൂചേട്ടാ, ഞാനൊരു പെണ്ണായിരുന്നെങ്കിൽ എന്തായാലും സൂചേട്ടനെ കെട്ടിയാനെ. എടാ നീ അതിന് പെണ്ണല്ലല്ല. ആണാണെങ്കിലും എനിക്ക് സമ്മതമാ. എടാ നീ ഇതിന്റെ ഇടയിൽ കൂടെ നിന്നെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ചുമ്മാ പറഞ്ഞാ സൂചേട്ടാ. പക്ഷെ എന്റെ പാച്ച വെറുതെ മനുഷ്യനെ ടെൻഷൻ ഒന്ന് പോയടാ അവിടുന്ന്. അമ്മച്ചി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക്. എല്ലാവരും കേട്ടോ, മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാത്തി ഭാഗത്തിന്റെ കണ്ണൊത്തി കയറണോ? കുത്തിക്കീഴല്ലടാ നെയ്ച്ചറാ. നിന്നെ തനിച്ചാക്കി പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. അമ്മേ, നിങ്ങളിങ്ങനെ അതൊന്നും പറഞ്ഞ അവരെ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. Correct. അത് തന്നെ ഞാനും പറയാൻ വന്ന്. ആ എല്ലാവരും ഇറങ്ങിക്കോ, വേഗം പോവാം. നെയ്ച്ചറാന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് കുത്തിക്കീഴോടാ. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എൻ്റെ വണ്ടി 2 ദിവസം ഇട്ട് ഭയങ്കര കംപ്ലൈൻറ്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാ കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാലോ. ഓഹോ, ഇത്രയൊക്കെയായിട്ടും എത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ? നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്ക് ലൈൻസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്കെല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാവനോട് ആദ്യം, എന്നിട്ടുണ്ടാക്ക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തെങ്ങനെയാണോ? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ വീടാണ് കല്യാണം. എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനൗട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കൊണവളെ വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ കഴിയുമ്പോൾ വരാം. അതൊന്നും പറ്റില്ല. കല്യാണോടാ എന്തേലും പറ്റിയാലേ എനിക്കതല്ല ഉള്ള. എടാ നിനക്ക് 4 കിട്ടണോടാ, എന്നാലും നീ പട്ടിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാം മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ. അനീഷ ആധാരാ? നിങ്ങൾ ഇവിടെ കൊണ്ടിട്ടെ. കുഞ്ഞായിന. എന്നാ ഞാൻ കുഞ്ഞാടെ വേണ്ട. അവൻ വേറെ വഴി ഒളിച്ചോടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടണം എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. എല്ലാ കാര്യം നിങ്ങളോട് പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്കറിയണ്ട. അതെല്ലേ മാറിയേ. ചേട്ടാ, വരുന്നവർക്ക് ഞാൻ ആരോട് വിളിച്ചു കൊടുക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആറ് കൈ ഇടല്ലോ. ഇതെന്താണ് എന്തൊരു കഷ്ടം. വേഗം കയറൂന്ന് മര്യാദക്ക് വീട്ടിൽ തന്നെ വിളിച്ചോണ്ട് നാട്ടുകാരൊക്കെ ആ നമ്പർ പ്ലേറ്റ് ഒന്ന് പൊത്തോ. അവരൊക്കെ പോയേട്ടാ. കൈയെടുത്ത് ചേട്ടന്റെ മാനസികാര്യൊക്കെ ഓക്കെ ആയാ? വണ്ടി ഇറങ്ങ. നിന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ. നീ അവനെ വിളിച്ച് എങ്ങടച്ച് പോക്കോ. ഞാൻ പോവേണു.
എന്നെ ഈ രാത്രിയിൽ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവാൻ പോകണോ? ഞാൻ പോയണാ പൊക്കോ, എന്നോട് ഒറ്റക്കാക്കിട്ട് പൊക്കോ. എന്നെ ആരെങ്കിലും പിടിച്ചോട്ടോ കൊല്ലട്ടെ. ഇനി ആരും കൊന്നില്ലെങ്കിലേ ഞാൻ നടുക്കോട്ടേക്ക് നിന്നോ. വെളുപ്പിനെ 4 മണിക്ക് ഒരു ബസ് വരും. അതിന് ഫ്രണ്ടിൽ കയറി ചാവ്. എനിക്കെന്താണ് ഞാൻ നിങ്ങളോട് ഇറങ്ങിയത് എല്ലാവരും കണ്ടാണ്. എനിക്കിത് പറ്റിയ നിങ്ങൾ തൂങ്ങും. ഒന്ന് വാങ്ങോ. ഞാൻ ഒരു സ്ത്രീ ലംബടൊന്നുമല്ല. ഞാൻ കാഷ്വലായിട്ട് പിടിച്ചാണ് കേട്ടാ വീഴാതിരിക്കാൻ. മനസ്സിലാവൂല. ഇതാണോ ചേട്ടന്റെ വീട്? ഇവിടെ ആരൊക്കെയുണ്ട്? അമ്മ അമ്മൂമ്മ സുജിത്കുമാർ. സുജിത്കുമാർ അനിയനാ? സുജിത്കുമാർ എല്ലാരോട് പോയി. അവരൊക്കെ തിമിരത്തിന്റെ ഓപ്പറേഷനും. എല്ലാവർക്കും തിമിരോ? അല്ല അമ്മൂമ്മക്ക്. ചേട്ടൻ എന്താ പോഞ്ഞേ? പോയാ മതിയായിരുന്നു. ചേട്ടാ അതെ, എനിക്ക് ഡ്രസ് ഒന്ന് മാറണമായിരുന്നു. കുഞ്ഞായി വരുത്തിക്കോർത്ത് നിന്റെ വീട്ടുകാരെന്തെങ്കിലും ചെയ്താ? ആ അല്ലെങ്കിൽ അവൻ രണ്ടെണ്ണം കിട്ടട്ടെ. അരിയുണ്ടോ ചേട്ടാ? ഇവിടെ കടിച്ചപ്പെടുന്ന കഴിക്കാണ്ടോ? നിന്നെ എന്തിനാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്? നമുക്ക് വഴി കുഞ്ഞാരോട്ടി പോയാൽ മതിയായിരുന്നു. പോയാലാ? എന്റെ വീട്ടിൽ നല്ല കപ്പയും ബീഫും ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് വരായിരുന്നല്ലേ? എന്നാലേ എനിക്കൊരു കിടിലം തട്ടയുടെ സ്പോട്ട് അറിയാം. നമുക്കൊരു നൈറ്റ് റൈഡ് പിടിച്ചാലോ ബുള്ളറ്റില്? ബുള്ളറ്റ് നിന്റെ കുഞ്ഞായി വന്നു. എടാ, കുമ. സുമ. കുമ. സുമ. എന്ത് ആ സമയത്ത്? സൂചേട്ടന് ഫുഡ് തരാൻ വേണ്ടി വന്നേ. എടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ തമ്മിൽ അങ്ങനെ ഒന്നുമില്ലെന്ന്. പിന്നെ എന്തിനാ നീ ഓടിക്കറി ആ സമയത്ത് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ അമ്മ തരാൻ പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നയാ. അല്ലാണ്ട് എനിക്ക് ഉറക്കൊളിച്ചിരിക്കാൻ വട്ടൊന്നുമില്ല. ഞാൻ കഴിച്ചാണ്. ഇത് എന്ത് ഡ്രസ്സാ സൂചേട്ടാ? സൂചേട്ടൻ ഇടയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ശീലമുണ്ടാ? 2 ശബ്ദത്തില്. ഞാൻ മോണാക്ട് കളിച്ചോണ്ടിരിക്കരുത്. എന്തിയെ? എന്നിട്ട് സ്കൂളിലൊന്നും ഇതുവരെ ബോണറ്റ് കളിക്കണ കണ്ടിട്ടില്ല ഞാൻ. ആര് പറഞ്ഞു? ഞാനാമേ സുഗു സുജിത് കുമാർ. എന്തിനാമോ വന്നേ? ഞാൻ അമ്മേനൊന്ന് കാണാൻ വേണ്ടി വന്നതാ. പിന്നെ വേറെ സാധനമുണ്ട്. അരുതേ അരുതേ, എന്റെ ദേഹം മൊത്തം ചുട്ടു പൊള്ളു. വേറെ സാധനമുണ്ട്. നീ പോയോട്. ഇങ്ങോട്ട് തന്നേക്കുന്നു. പോ, അമ്മ പറഞ്ഞല്ലേ, പോയിക്കോ. സൂചേട്ടൻ പുതിയ സ്പ്രേ മേടിച്ചാ? സൂചേട്ടൻ സ്പ്രേ അടിക്കാറില്ലല്ലോ. നാട്ടുകൊന്ന് അറിയോണ്ട് അടിച്ചിറങ്ങിയാണല്ലേ? ലൈനാണോ? അല്ല, വൺ സൈഡ് ആയിരിക്കും അല്ലേ? എന്റെ പേഴ്സണൽ കാര്യത്തിലാണോ എനിക്ക് ഇഷ്ടമല്ല. നിന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെട്ടില്ലല്ലോ. പെങ്ങളെ പോലെ. ഓ പോലെ. കപ്പ സുമുഖന്റെ കല്യാണം ക്ഷണം ഉണ്ടായിരുന്നോ? ഈ അപ്പനൊരു കാര്യം നാട് മൊത്തം ക്ഷണിച്ചു. സൂചേട്ടനെ ക്ഷണിച്ചില്ല? സൂചേട്ടാ ചേട്ടാ ക്ഷണിച്ചില്ലോ? അയ്യോ പാവം, ക്ഷണിച്ചില്ലായിരിക്കും. ഹലോ കുഞ്ഞായി. എന്റെ പൊന്നു സുഖു, ഞാനവിടെ ഇണി വെച്ച് കയറി ചെന്നപ്പോ അവള് പറയാ വാ ഒളിച്ചോടാന്ന്. ഞാൻ വരണ്ടുപോയി. ഞാനപ്പോ തന്നെ മാർഗം തേടി ചാടിയാ. തല ഇറങ്ങി താഴെ ഒന്നൊരു കസേര കയറുമ്പോഴേക്കും ആൾക്കാരെ കൂടി അവർ വിചാരിച്ച് ഞാൻ അവരുടെ ഉള്ള ആളാന്ന്. ഞാൻ പിന്നെ അവരുടെ കൂടെ അവിടുത്തെ പറമ്പും വീടും വഴിയൊക്കെ സെർച്ച് ചെയ്ത് ദേ ഇപ്പൊ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാ. എടാ അവൾ എന്റെ ഒപ്പം. എവിടെ? എടാ എന്റെ വീട്ടില്. നീ പെട്ടെന്ന് വിളിച്ചോണ്ട് പോട്ടാ. എനിക്കൊന്നും വേണ്ട. നിന്നോടാണ് അവളെ വിളിച്ച് വീട്ടിൽ പോകാൻ പറഞ്ഞത്. എടാ അവള് നിന്റെ പൊളിച്ചോടെന്ന് പറഞ്ഞ് എന്റെ വണ്ടി കരുത്. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ഞാൻ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വന്ന്. എടാ നിനക്ക് അറിയാറുന്നല്ലോ എനിക്ക് അവളെ കെട്ടാറുണ്ടായിരുന്നില്ലെന്ന്. എന്തിനാണ് അവളെ നിന്റെ വീട്ടിലേക്ക് പോയത്? നീ അവളെ അങ്ങോട്ട് കെട്ട്. എടാ പോടാ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായ. നീ ഇവിടെ കയറിയിരിക്കണം. ഡ്രസ്സൊക്കെ മാറിയിരിക്കണം. നിന്നോടാരും ഇവിടെ കയറിയിരിക്കാൻ പറഞ്ഞത്?
സാരമില്ല, പോട്ടെ. കുട്ടി, ഞാൻ പറയുന്നത് ശാന്തമായി കേൾക്കണം. എടുത്തു ചാടിയൊന്നും ചെയ്യരുത്. ചിലരെ നമ്മൾ എത്ര സ്നേഹിച്ചാലും ആ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. ചേട്ടൻ ചാറ്റും മഴയും ചക്ക വറുത്തതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ? അല്ല, മഷിത്തണ്ട് മാങ്ങാക്കറി എന്നുള്ള ഗ്രൂപ്പിലാണ് പോസ്റ്റ് ഇടുന്നത്. ശ്രദ്ധിക്കൂ പ്ലീസ്. ഞാൻ കുട്ടിയുടെ ജീവിതത്തെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. കുഞ്ഞായിനെ നീ അനീഷിനെ നീ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചതെങ്കിലും അവൻ നിന്നെ ഉപയോഗിച്ചുപേക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രണയം അഭിനയിക്കുകയായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ വിളിച്ചപ്പേ അവൻ പറഞ്ഞു നിന്നെ വേണ്ടെന്ന്. എന്ത് ചെയ്യും? എന്തൊക്കെ ടൈപ്പ് ആൾക്കാരല്ലേ ചേട്ടാ? മനുഷ്യണ്ടാക്കണ നശിച്ച സമൂഹം. അല്ലപ്പോ അവനാ നിങ്ങളുടെ പ്രണയം അതൊക്കെ പോയാ പോട്ടെ, കുഴപ്പമില്ല. പോയാ പോട്ടേന്നാ. പിന്നെ നീ എന്ത് കാര്യത്തിൽ എന്റെ വണ്ടി കയറി എഴുതി വന്ന്? വേണ്ട, നീ അനങ്ങണ്ടോ? നീ അവിടെ തന്നെ ഇരുന്നോ. നിന്റെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടോളാം. കേട്ടോ? എന്നാ 20 തിരിച്ചു കൊടുക്കേണ്ടി വരും. ഏത് 20 പവൻ? 216 ആര് വാങ്ങി? കല്യാണത്തിനാണ് കാണാണ്ട് പോയാ? തുറന്നാല് വെള്ളം വരുള്ളൂ. സത്യമായിട്ട് ഞാൻ എടുത്തല്ലേട്ടാ. എവിടെ കൊണ്ടു കളഞ്ഞ്? ഞാൻ വരുന്നതിന് മുന്നേ 20 പവൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു. അത് ഞാൻ നിന്റെ തലയിലിടും. എന്റെ തലയില? എന്റെ പൊന്നേച്ചി, ഞാനും തെറ്റിയത്. കുഞ്ഞായല്ലേ ചതിച്ചത്, ഞാനല്ലല്ല. എനിക്ക് ആവില്ലെന്ന് നീയല്ലേ? അതൊക്കെ അത്ര വലിയ പ്രശ്നമാണ്. സുമ, എന്താ സുമ? ഇഷ്ടായോ? എടി, നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നമുക്ക് അങ്ങനെയൊന്നും വേണ്ട. സുധാകരന്റെ അതല്ല, കപ്പ ഇഷ്ടായോന്ന് ചോദിച്ചേ. പിന്നെ കപ്പ നല്ല സൂപ്പറായിരുന്നു. അത് ചോദിക്കാൻ വേണ്ടി വന്നാണ് നീ? അല്ല, ഞാൻ എന്റെ പാത്രം ചോദിക്കാൻ വേണ്ടി. എന്റെ സുമ, നിനക്ക് ഉറക്കൊന്നുമില്ല ഇത്ര സമയമായിട്ട്? ഈ പാതിരാത്രിക്ക് പാത്രം കൊണ്ടിട്ട് എന്ത് കാണിക്കാനാണ്? ഞാൻ രാവിലെ കൊണ്ട് തരാം. അതല്ല, ഈ ലൈറ്റ് ഓണെ കിടക്കുന്നുണ്ടപ്പോഴേ ഞാൻ സൂചേട്ടൻ ഉറങ്ങിയില്ലായിരിക്കും. ലൈറ്റാ? ലൈറ്റല്ലേ? കുഴപ്പമില്ല, പാത്രം സൂചേട്ടൻ വെച്ചോ. കണ്ടിന്യൂ. എന്ത് കണ്ടിന്യൂ? മോണാക്ട്. മോണാക്ട്. സുജിത് കുമാർ. സൂചേട്ടാ, നീ ഇവിടെ കയറി കിടക്കോണ? നാളെ എന്റെ വീട്ടുകാരൊക്കെ എത്തും. ഇവിടെ ഞാൻ എങ്ങോട്ട് പറഞ്ഞ സൂചേട്ടാ? ചേട്ടനൊരു സ്ഥലം കൊണ്ട് ചേട്ടൻ അങ്ങോട്ട് പൊക്കോളാം. ഒരു സ്ഥലം ഒപ്പിച്ചാ സൂചേട്ടാ? ഞാൻ ഇവിടെ ഒപ്പിക്കാനാ. അവര് വെളുപ്പിന് ഇവിടെ എത്തും. അയ്യോ, വെളുപ്പിന് വരൂ. ഗുഡ് നൈറ്റ്. ഉറങ്ങാൻ പോയിടാ. ഉറങ്ങല്ലേ? ഉറങ്ങിയ? ഹലോ പ്ലീസ്. ഹലോ ചേച്ചി, ഉറങ്ങിയ? ഹലോ ഹലോ പാച്ച, എടാ നീ ഉറങ്ങിയ? എടാ നീ ഇപ്പൊ തന്നെ ടൗണിൽ പോയിട്ട് ഏതെങ്കിലും ലോഡ്ജിൽ റൂം എടുത്തിട്ട് എന്നെ വിളിക്ക്. ഞാനൊരു പെണ്ണായിട്ട് അങ്ങോട്ട് വരാം. ഇത്രയൊക്കെ പ്രശ്നങ്ങളുടെ ഇടയിൽ നിങ്ങൾ വ്യഭിചരിക്കാൻ പോണോ സൂചേട്ടാ? പാച്ച, നീ കൂടുതൽ കാര്യം അന്വേഷിക്കണം. ഞാൻ പറയണത് കേട്ടാ മതി. നീ റൂം എടുത്തിട്ട് വിളിക്കടാ. ഞാൻ എടുത്ത് നോക്കിയാ എനിക്കെന്താ? ആരാടാ വന്ന? ഞാനാ സുഖുവ. കൊച്ചാണാ? എടാ, എനിക്ക് കണ്ണൊന്നും കാണാൻ പാടില്ല. കണ്ണോപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നു. ഇവിടുന്ന് പോകുമ്പോ കുറച്ചൊക്കെ കാണാൻ, ഒട്ടും കാണാൻ പാടില്ല. നീ എഴുന്നേറ്റ്. നിനക്ക് ചായ വേണ്ട? വേണ്ട. രാവിലെ തന്നെ കൊണ്ടറാ. ഞാനൊന്ന് അടുക്കള വരെ പോയതാ.
അമ്മ ഒരു ചായ അമ്മ. അതെ ഞാനെന്താ ഈ വീട്ടിലെ ഫർണിച്ചറാണ് എനിക്ക് രാവിലെ 7 ചായ വേണം. ചില വേർപാടുകൾ കണ്ണീരിനേക്കാൾ പുഞ്ചിരി സമ്മാനിക്കും. പഠിച്ചതൊക്കെയും മറക്കട്ടെ കഴിച്ചതൊക്കെയും വയറ്റിലെ ഇളകി മറിയട്ടെ നില ഉടുപ്പിലൊരുമ്പ് ഉടുങ്ങട്ടെ കലങ്ങും വിലങ്ങും അടിക്കട്ടെ ചൊറിഞ്ഞു കളഞ്ഞു മെഴുകട്ടെ മെഴുകട്ടെ എടി നീ രാവിലെ കുളിച്ചൊരുക്കി ഇങ്ങോട്ട് ഇറക്കി വന്നിരിക്കുന്നു നീ. കൊച്ചിനെ കളിക്കുന്നത് നിനക്ക് കളിക്കാൻ വരുന്നോ? അയ്യോ മോളെ ഞാൻ അലക്കില്ലായിരുന്ന മോളെന്തിനാ അലക്കിയ? അത് കുഴപ്പമില്ല അമ്മ. നിർത്ത്. എന്തൊക്കെ ഇവിടെ നടക്കണത്? നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലേ? ഇതാണ് നിങ്ങളുടെ റിയാക്ഷൻ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിന്റെ ഇഷ്ടമാണ് ഞങ്ങളുടെ ഇഷ്ടം. എന്തെന്ത് ഇഷ്ടം? ഇന്നലെ രാത്രിയാണ് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് അല്ലേ? നോണയൻ എടി എടി തുറച്ച്. പിന്നെന്താ നീ ഇവിടെ കൊണ്ടു നടത്തിയേ? ഈ കൊച്ചു ഇന്നലെ നിന്റെ കൂടെ ഒളിച്ചോടി അല്ല, എൻ്റെ ഒപ്പം അല്ല. എന്നിട്ടൊരു കൂസലില്ലാതെ കിടന്നുറങ്ങുക. കൂസലില്ലാത്തല്ല മരവിച്ചു പോയതാണ്. മരവിപ്പൊ കണ്ട എനിക്കറിയാം. ഇത് മരവിപ്പൊ മരവിപ്പാണ്. പിന്നെ എങ്ങനെയാണ് നിന്റെ എല്ലാ കൈ കൊച്ചറിയണത്? അത് കുഞ്ഞായി പറഞ്ഞു കുഞ്ഞായുടെ പുള്ള ഓടിച്ചോടി പോയത്. കുഞ്ഞായി ആരാ സൂചേട്ടാ? കുഞ്ഞായി എനിക്കറിയാൻ പോലടി. പേടിപ്പിക്കുന്ന നോക്കമ്മ. മോനെ കല്യാണം നടക്കൂലെന്ന് വിചാരിച്ച നിനക്ക് ദൈവം നമ്പരാനായിട്ട് കൊണ്ടുവന്ന കൈ വിടരുത്. എന്റെ ദൈവമേ ചെറുക്കന് നല്ല ബുദ്ധി തോന്നിക്കണേ. അക്കായിക്ക വെക്കം പൊക്കോ. അതെ ഇത് കൈവിട്ടു പോയിക്കൊണ്ടിരിക്കണ്ട. എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല സൂചേട്ടാ. പോകുന്ന വഴി അങ്ങ് പൊക്കോട്ടെ. ആ വഴിയുണ്ട് നെഞ്ചത്തേക്കൂട്. എന്താ കേറുന്നില്ലേ? കുമ്മ ഇല്ല എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. അമ്മേ സൂചേട്ടൻ ഡ്രസ് എടുക്കണ്ട കേട്ടോ. ഞാൻ എടുത്തോളാം. പാത്രം അകത്തിരിപ്പുണ്ട്. അമ്മേ പാത്രം കുഞ്ഞായി എന്റെ അവസ്ഥ അറിയാല. ഇതും കൂടി എനിക്ക് താങ്ങാൻ എനിക്ക് വയ്യ. എനിക്ക് നിനക്ക് എന്റെ അവസ്ഥ അറിയാല. ഞാൻ നമുക്ക് വാക്ക് കൊടുത്തോളാം. അടുത്ത വർഷം കല്യാണം. അമ്മ കൊടുത്ത വാക്കൊക്കെ മാറാട്ടാ. നിങ്ങൾ രണ്ടുപേരും തല്ലാവത്തില്ല. നിനക്കേട്ടാല എനിക്ക് വീട്ടിൽ പോയി കാര്യം അവതരിപ്പിക്കാം. എന്നിട്ട് കാറ്ററിംഗ് സുഖിക്കുമാർ പിന്നെ ഓളും ബുക്ക് ചെയ്യാം. പിന്നെ സുനിയുടെ കല്യാണത്തിന് നീല ശർവാണിടാ. നമ്മുടെ 3 പേരും തന്നെ ഒഴിവാക്കുന്ന കാര്യം പറയുന്നത്. എങ്ങനെ? അതിന് അവൾ എന്തിനാ ഇങ്ങനെ ഒളിച്ചു വിടുന്നേന്ന് അറിയണം. അതെങ്ങനെയാ ചോദിച്ചത്? അവളോട് ചോദിച്ചാ മതി. അവള് പറയും ഒരു പാവോടെ. കുഞ്ഞായി നിക്ക് അതിനൊരു വഴിയുണ്ട്. ഏത് വഴി? ഈ പോകുന്ന വഴി. പോകുന്ന വഴിക്ക് സുമേടുത്ത ഒരു കാര്യം പറയാം. അപ്പൊ അവള് ചോദിക്കത്തില്ലേ? സുമയ എന്തൊക്കെ നീ പറയണം? നിർത്ത്. കാവല് ഇവൻ വണ്ടിയിലൊന്നും പറഞ്ഞ് വിളിച്ചോണ്ട് പോയതാണ്. ഞാൻ പെട്ടുപോയതാണ്. കണ്ടോരൊക്കെ വിളിച്ച് വീട്ടിൽ കേട്ടിട്ട് വല്ല തീവ്രവാദിയാണ് എന്ത് ചെയ്യും സൂചേട്ടാ? അവള് തരാമെന്നല്ല എനിക്കറിയാം. ഉറപ്പാണോ? കുഞ്ഞായി തീവ്രവാദിനെ കൊല്ലും ഞാൻ. നിനക്ക് പറ്റത്തില്ലേ അത് പറഞ്ഞാൽ ആ വേണ്ട വേറെ ആരും കൂടെ പറയിപ്പിക്കുമ്പോ കൊടുക്കത്ത ഷോയ. വേറെ കുറെ ഓപ്ഷൻ ഉണ്ടല്ലോ. പിന്നെ 6 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ നീയായിരുന്നു. ഇനി 5 ഓപ്ഷൻ കൂടി സൂചേട്ടാ ഞാൻ ചോദിക്കാം. എടി സുമ അല്ലെങ്കിൽ രമ ബാലരമ. സൂചേട്ടാ ഞാൻ ചോദിക്കാം സൂചേട്ടാ. വേണ്ടേ വേറെ സോറി ഞാൻ സംസാരിക്കാം. സംസാരിക്കട്ടോ. നീ അനീഷ് കുഞ്ഞുമോനെ തല്ലിയല്ലേ? ഇതെന്റെ സാധനം നിന്നോട് ആരോ റൂമിൽ കയറാൻ പറഞ്ഞു. അമ്മ അമ്മ ഞാൻ അമ്മോട്ട് തന്നെ ഇങ്ങോട്ട് വന്നു. എടി കുഞ്ഞി ഇവിടെ റൂമിൽ ഇവിടെ ഇല്ല ഏട്ടാ. ഇതെന്താണ് ഒരു ആവശ്യത്തിന് ഇവിടെ ആരും ഉണ്ട്? കിടന്നു. എന്താണ്? പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ
ഒരുത്തൻ എന്നെ പെഴാന്ന് വിളിച്ചു. എനിക്കാകെ ദേഷ്യ സങ്കടമൊക്കെ തോന്നി. ഞാൻ അവനോട് പോയി വഴക്കിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങ് കയറി ത്രില്ലായി. അങ്ങനെ എല്ലാവരും എന്നെ പെഴാന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഞാൻ സമ്മതിച്ചു, അതെ ഞാൻ പിഴയാണ്. അതിൽ പിന്നെ അവർക്ക് എന്നെ കളിയാക്കാനുള്ള ആ ഇൻട്രസ്റ്റ് അങ്ങ് പോയി. അപ്പൊ ഞാൻ പറയണെന്താന്ന് വെച്ചാ, ചേട്ടന് പ്രാന്താ സമ്മതിച്ചാത്തിരുന്ന പ്രശ്നം ഇപ്പൊ ചേട്ടനുള്ളൂ. അങ്ങ് സമ്മതിക്കേട്ടാ. അതെ, നിനക്ക് സമ്മതിക്കാം, കാരണം നീ ശരിക്കും പിഴയാ. പക്ഷെ ഞാനങ്ങനല്ല. സുഗുവിന് പ്രാന്തില്ല, മനസ്സിലായ? എന്താണ് എന്താണ് ചിരിക്കണത്? മതി. അമ്മോ സൂചേട്ടാ, നമ്മളിവിടെ നോയിക്കൊണ്ടുവന്ന നമ്മളെ പറഞ്ഞു വിട്ടെന്ന് മനസ്സിലാവത്തില്ലേ? ഏയ്, നമ്മൾ ക്യാഷ്വലായിട്ട് വർത്താനം പറയണമെന്ന് വിചാരിച്ചോളൂടാ. ആണോ? എടാ, അവളെ എന്തോ എണ്ണുന്നുണ്ടല്ലോടാ. സൂചേട്ടൻ ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുക. അതിന് ഞാനെന്ത് ചെയ്ത്? ഏയ് അതൊന്നുമല്ല, അവളുള്ള എക്സ് ലവേഴ്സിന്റെ എണ്ണ കൊടുക്കുക. ഏയ്, അവളെന്ത് പറഞ്ഞു? ഇതവളുടെ അമ്മ, ഇതവളുടെ അച്ഛൻ, ഇതവള്. അവൾക്ക് 2 വയസ്സുള്ളപ്പോ പെട്ടെന്ന് ഒരു ദിവസം അവളുടെ അച്ഛൻ മരിച്ചു. അപ്പൊ അവളുടെ അമ്മ വേറെ കല്യാണം കഴിച്ചു. എന്നിട്ട് ഇവരെല്ലാരും കൂടി അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ വെച്ച് അമ്മ മരിച്ചു. അപ്പൊ ഇയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പൊ അവള് ബയോളജിക്കലി ഓർഫനാ. അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അവളൊരു കുടുംബത്തിന്റെ സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടാ. നിന്റെ കുടുംബം ബെസ്റ്റാ. ഇതിനുള്ള മറുപടി ഞാൻ പറയണോ അതോ സൂചേട്ടൻ പറയുന്ന? നീ പറ. സൂചേട്ടൻ പറ. നീയല്ലേ ഇപ്പൊ പറഞ്ഞ പറയാന്ന്? ഈ സൂചേട്ടൻ പ്രശ്നമില്ല. അവക്ക് പഠിക്കണം, വീട്ടുകാർ സമ്മതിക്കുന്നില്ല, അതാ പ്രശ്നം. എന്ത് സ്റ്റിക്കർ വർക്കിംഗാ? ഞാൻ തന്നെ കട ഷട്ടർ ഇടാൻ പോകണം. ദൈവൻ മണലോരാൻ വേണ്ടി നിൽക്കുകയാണ്. ഓ, അതല്ല, ഉപരിപഠനം. ഉപരിപഠനോ? ഇവിടെ അങ്ങനെ ഒരു അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് നിങ്ങൾ അവസാനം അവളെ പോയി കേട്ടരുത്. ഒന്ന് പോയേടി അവിടെ. ഒന്ന് പോയേടി. സൂചേട്ടാ, സൂചേട്ടാ, അവളെന്തോ പറയാൻ പറ്റാത്ത കാര്യത്തിന് ഒളിച്ചോടുന്നത്. പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പഠിക്കാനാരെങ്കിലും ഒളിച്ചോടുവോ? സുഖിച്ചേട്ടൻ പഠിക്കാൻ ഒളിച്ചോടിയിട്ടുണ്ടോ? പിന്നെ ഇവനെട്ടാളെ കെട്ടിട്ട് ഒന്നുണ്ടല്ലോ സ്കൂളിൽ കൊണ്ടായിരുന്നു. ഞാൻ ഈ ക്ലാസ്സിലെ കാര്യം പറയണ്ട. പിന്നെന്തായിരിക്കും കാര്യം? കാര്യത്തിന് നമ്മളറിയണേ, അവള് കല്യാണത്തിന്റെ തലേ ദിവസമാണ് ഒളിച്ചോടി പോകുന്നത്. അതായത് അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. അപ്പൊ നമ്മളെന്ത് ചെയ്യണം? നമ്മളല്ല, നീ അവളോട് ഇന്ന് കല്യാണം കഴിക്കാന്ന് പറയണം. അപ്പൊ അവള് ഇവിടുന്ന് ഒളിച്ചോടി പോകും. നമ്മള് സേഫായി. എങ്ങനെ അവളെങ്ങനെ സമ്മതിച്ചാലാ? അവള് സമ്മതിച്ചാൽ കെട്ടണം. സുഖു നല്ല പെണ്ണല്ലേ? നിനക്കാണെങ്കിൽ വേറെ പെണ്ണെന്ന് കൊണ്ടിട്ടാ. സുഖിച്ചേട്ടാ, ഈ ഐഡിയ കൊള്ളാം. സുഖിച്ചേട്ടൻ അകത്ത് നിന്ന് അവളെടുത്ത് കെട്ടിക്കൊള്ളാന്ന് പറ. അപ്പൊ അവളൊന്ന് പേടിക്കും. അങ്ങനെ പേടിച്ചവള് തകർന്ന് നിന്റെ കാലിൽ വീട് പറയും, സുഖിച്ചേട്ടാ എന്നെ വിടൂ, ഞാൻ പൊക്കോട്ടെ. അപ്പം സുഖിച്ചേട്ടൻ പറയണം, നിനക്ക് ഇവിടുന്ന് പോവാൻ അനുവാദമില്ല. അങ്ങനെ തകർന്ന് നിൽക്കുന്ന അവളുടെ കരച്ചില് കണ്ട് കണ്ട് മടുക്കുമ്പോ നീ പറയണം, ജാവോ ആവോ വായോ പോ. പോയി പറ. എനിക്ക് ആ പെണ്ണിനെ പിടിച്ചില്ല കേട്ടാ. എനിക്കും അടിയനെ പോന്നു. അതിന്റെ മറ്റേ വട്ടിട്ടൊക്കെ സെറിഞ്ഞപ്പോ വരാൻ പറ്റിയില്ല. കപ്പറിയായിരുന്നു. ഇനിയിപ്പോ ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. നന്നായി. എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ഇല്ലാത്ത വയ്യാവയിലേക്ക് നീ എന്തിനാ എടുത്ത് തലയെ വെച്ചോണ്ടിരിക്കണത്? എന്നാ മതാണോ നിന്റെ പ്രശ്നം? എടി, എല്ലാവരുടെയും ചോരയുടെ കളർ ഒന്ന് തന്നെയാണ്, ചുവപ്പ്. കോഴിയുടെ ചോരയും ചുവപ്പ് തന്നെയാ എന്ന് വെച്ച് പോയി കോഴിനെ പിടിച്ചു കെട്ടുവോ? ഒരു മാത്രം മനുഷ്യന്മാരെ കാര്യം പറയുമ്പോഴേക്കും കോഴിക്കാരും പറയും കേട്ടല്ല. ഇനിയിപ്പോ നടക്കാനുള്ളൊക്കെ നടന്ന്. എടാ മോനെ, നീ ചോറ് ഇന്നാതെ പോയതെന്താ? മോൾ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചെന്നറിയോ? അശ്വതി മോളെ, ആ ചെക്കൻ എടുത്തോ. അശ്വതി മോള നാളെ അശ്വതി ആയതുകൊണ്ട് വിളിക്കാൻ എളുപ്പമാണല്ലോ. ഓ, നാളൊക്കെ നോക്കിയല്ലേ? നന്നായി. അമ്മക്കിനി റെസ്റ്റ് എടുക്കാം. അടുക്കള ഇവള് നോക്കട്ടെ.
ഞാനൊരു കാര്യം തീരുമാനിച്ചു. എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്താമെന്ന് വിചാരിച്ചു. വലിയ ആർഭാടമൊന്നുമില്ല, രജിസ്റ്റർ മാരേജ്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാട്ടാ. അച്ഛനൊന്ന് കടയിൽ നിന്ന് വന്നിട്ട് പോരെ? ഈ അടുക്കളയിൽ വെച്ച് നടത്താനല്ല പറഞ്ഞത്. എന്നാ ഓക്കെ. നാളെയോ മറ്റന്നാളോ. എന്താ സമയം? ഈ എണ്ണ ഇവിടെ തരാൻ പറഞ്ഞു. ഒന്ന് മേടിക്കളിയെ നോക്കിക്കണ്ട്. ഇങ്ങനെ നേരം മോളെ. മോനെ ഇന്ന് കല്യാണമില്ല, കുറച്ച് തേങ്ങ പോയിച്ച് തരുമോ? അശ്വതിമോക്ക് പായസം ഉണ്ടാക്കാനാ. ഉണരൂ വേഗം നീ സുമറാണി, വന്നു നായകൻ, പ്രേമത്തിൻ മുരളീ ഗായകൻ. മലരേ തേൻ മലരേ മലരേ. അമ്മ തേങ്ങ എവിടെ ഇരിക്കണം? അമ്മ തേങ്ങ എവിടെ ഇരിക്കണേ? ചായപ്പില്. എന്താടാ